A+ ട്യൂബിലേക്ക് സ്വാഗതം. നമ്മൾ പലപ്പോഴും വില്ലേജ് ഓഫീസുകളിൽ പല അപേക്ഷകളും സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് ഉൾപ്പെടെ നൽകാറുണ്ട്. ഈ അപേക്ഷകളിന്മേൽ വില്ലേജ് ഓഫീസർ നമുക്ക് ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് നൽകാം, ചിലപ്പോൾ നൽകാതിരിക്കാം, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പരാതികൾ നൽകിയാൽ ആ പരാതികൾക്ക് നമുക്ക് പരിഹാരം ഉണ്ടാകുന്നതായ ചില ഉത്തരവുകൾ നൽകാം, നൽകാതിരിക്കാം. അപ്പോൾ വില്ലേജ് ഓഫീസർ നമ്മൾ കൊടുക്കുന്ന അപേക്ഷകളിന്മേൽ നമുക്ക് നൽകുന്നതായ ഏത് ഉത്തരവുകളും, അത് നിരസിച്ചു കൊണ്ടുള്ള ഉത്തരവായാലും അനുസരിച്ചു കൊണ്ടുള്ള ഉത്തരവായാലും, നമുക്ക് അതിനകത്ത് അതൃപ്തി ഉണ്ടെങ്കിൽ, ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം, വില്ലേജ് ഓഫീസർ നമുക്ക് നൽകുന്ന ഉത്തരവിൽ, നമ്മുടെ അപേക്ഷയെ തുടർന്ന് നൽകുന്ന ഉത്തരവിൽ നമുക്ക് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇതാണ് ഇന്നത്തെ വിഷയം. മുമ്പ് ഒരു സബ്സ്ക്രൈബർ ചോദിച്ച ചോദ്യം കൂടിയാണ് ഇത്. അദ്ദേഹത്തിന് വില്ലേജ് ഓഫീസർ നൽകിയ വരുമാന സർട്ടിഫിക്കറ്റിൽ കാണിച്ചിട്ടുള്ള വരുമാനം അദ്ദേഹത്തിന് ഉള്ള യഥാർത്ഥ വരുമാനത്തിനേക്കാളും കൂടുതലായിരുന്നു. അത് കാരണം അദ്ദേഹത്തിന് ലഭിക്കേണ്ടതായ ഒരു സർക്കാർ ആനുകൂല്യം ലഭിക്കാതെ പോയി. അത് കാരണമാണ് അദ്ദേഹം ഈ ചോദ്യം ചോദിച്ചത്. ഇങ്ങനെ വില്ലേജ് ഓഫീസർ നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റിൽ നമുക്ക് ഉചിതമല്ലാത്ത, നമുക്ക് തൃപ്തി ഇല്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് ഉത്തമ ബോധ്യമുള്ള ഒരു കാര്യത്തിൻ്റെ അനുകൂലമായതല്ലാത്ത ഏതെങ്കിലും ഉത്തരവുകൾ നൽകിയാൽ, ഉത്തരവ് എന്ന് പറഞ്ഞാൽ മറുപടി ഉൾപ്പെടെ നൽകിയാൽ, അതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾക്ക് തീർച്ചയായും അതിന് ഓപ്ഷനുണ്ട്. അതിനാണ് അപ്പലേറ്റ് അതോറിറ്റികൾ ഉള്ളത്. അപ്പലേറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഉത്തരവ് നൽകുന്നത് നമുക്ക് അല്ലെങ്കിൽ അതിനെതിരെ നമുക്ക് ഒരു ആക്ഷേപം നൽകാം. അത് ഇവിടെ വില്ലേജ് ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആക്ഷേപം നൽകാൻ കഴിയുന്നത് തഹസിൽദാർക്കാണ്. വില്ലേജ് ഓഫീസറെ തൊട്ടു മുകളിൽ ഉള്ള ഉദ്യോഗസ്ഥനായ തഹസിൽദാർക്ക് നമ്മൾ ഈ വില്ലേജ് ഓഫീസർ നൽകിയ ഉത്തരവ് ശരിയല്ലെങ്കിൽ നമുക്ക് ആക്ഷേപം അഥവാ അപ്പീൽ നൽകാം. ഈ അപ്പീൽ നൽകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ലഭിച്ച ഉത്തരവിൻ്റെ തുടർന്ന് ലഭിച്ച തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ തഹസിൽദാർക്ക് നിങ്ങൾ ഈ അപ്പീൽ കൊടുക്കണം. അപ്പീൽ കൊടുക്കുമ്പോൾ 50 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് നിങ്ങളത് പതിച്ചിരിക്കണം. മാത്രമല്ല, നിങ്ങൾക്ക് നിരസിച്ചു കൊണ്ടുള്ള, അതായത് നമ്മൾ വില്ലേജ് ഓഫീസിൽ കൊടുക്കുമ്പോൾ നമുക്ക് കൊടുത്ത അപേക്ഷ നിരസിച്ചു കൊണ്ടുള്ളതായ ഉത്തരവോ, ഇല്ലെങ്കിൽ ലഭിച്ച ഉത്തരവാണ് നമ്മൾ ആക്ഷേപം ഉന്നയിക്കുന്നെങ്കിൽ അതിൻ്റെയോ പകർപ്പ്, അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് നിങ്ങൾ തഹസിൽദാർക്ക് കൊടുക്കുന്ന അപ്പീലിനോടൊപ്പം ചേർക്കാൻ വിട്ടുപോകരുത്. ആക്ഷേപം ഏതിനെതിരെയാണോ ഉന്നയിക്കുന്നത് ആ ഉത്തരവ് കൂടി എൻക്ലോസ് ചെയ്ത് അതുകൂടി ചേർത്താണ് നമ്മൾ തഹസിൽദാർക്ക് അപ്പീൽ കൊടുക്കാൻ ഉള്ളത്. അങ്ങനെ നമ്മൾ അപ്പീൽ കൊടുത്താൽ 15 ദിവസത്തിനുള്ളിൽ തന്നെ തഹസിൽദാർ തീരുമാനമെടുത്ത് നമ്മളെ അറിയിക്കേണ്ടതുണ്ട്. അങ്ങനെ അറിയിക്കുകയാണെങ്കിൽ അതിൽ ഏത് തരത്തിലുള്ള ഉത്തരവാണോ അദ്ദേഹം നൽകുന്നത് അത് 3 ദിവസത്തിനുള്ളിൽ തന്നെ നടപ്പാക്കാൻ വില്ലേജ് ഓഫീസർ ബാധ്യസ്ഥനാണ്. അത് ഈ ആക്ഷേപം ശരിയാണ് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ തഹസിൽദാർ അതിന് ഉചിതമായ രീതിയിലുള്ള ഒരു ഉത്തരവ് നിങ്ങൾക്ക് നൽകും. ഈ ഉത്തരവ് വില്ലേജ് ഓഫീസിൽ പകർപ്പ് കൊടുക്കുകയും ചെയ്യും. ആ പകർപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർ തുടർ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. അത് നിങ്ങൾ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം, വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന ഏത് സേവനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് രേഖാമൂലം ലഭിക്കുന്ന ഈ തരത്തിലുള്ള ഉത്തരവുകൾ, അനുകൂലമല്ലാത്ത ഉത്തരവുകൾക്കെതിരെയാണ് വില്ലേജ് ഓഫീസിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആക്ഷേപം കൊടുക്കാൻ കഴിയുന്നത്. കൃത്യമായും മനസ്സിലാക്കിയിരിക്കുമല്ലോ. നിങ്ങൾ ആക്ഷേപം കൊടുക്കുമ്പോൾ തഹസിൽദാർ, നിങ്ങളുടെ കൺസേൺഡ് തഹസിൽദാർ ആരാണോ അദ്ദേഹത്തിനാണ് നിങ്ങൾ ആക്ഷേപം കൊടുക്കാൻ. ഇത്തരം വിവരങ്ങളെല്ലാം തുടർന്നും നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നുണ്ട് ഈ ചാനൽ. ഇത്തരത്തിലുള്ള പൊതുവിവരങ്ങളെല്ലാം എല്ലാവർക്കും വേണ്ടി നൽകുന്ന ഒരു ചാനലാണ്. എല്ലാ വിഷയങ്ങളും, എല്ലാ സർക്കാർ ഓഫീസുകളും അനുബന്ധ സ്ഥാപനങ്ങളുമായിട്ടുള്ള വിവരങ്ങളും നിയമകാര്യങ്ങളുമൊക്കെ
ഒന്നിന് പിന്നാലെ ഒന്നായി ഈ ചാനലിൽ എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്കുണ്ടാവും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൽ ഓരോ ദിവസവും 6 മണിക്ക് വരുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് അതിന് മുമ്പായി തന്നെ ലഭിക്കുന്നതിന് സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ഒരു ബെല്ലിൻ്റെ ചിത്രമുള്ള ഒരു ഐക്കൺ ഉണ്ടാവും. അതിൽ വിരൽ അമർത്തുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ, പേഴ്സണലൈസ്ഡ് എന്ന് പറയുന്ന ഓപ്ഷനൊക്കെ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷനിലേക്ക് കൂടി വിരലമർത്തിയാൽ ഏത് വിഷയമാണ് ഈ വൈകുന്നേരം വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും. അതും കൂടി ചെയ്യാൻ മറക്കാതെ